Hari Prasad. Welcome to my channel. Welcome to the world of economics. Hope that you all are fine, safe and happy. ഇനി ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് +2 മാക്രോ എക്കണോമിക്സിന്റെ മണി ആൻഡ് ബാങ്കിങ്ങിന്റെ ലാസ്റ്റ് പാർട്ടുമായിട്ടാണ്, പാർട്ട് 6 ഓക്കെ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹൈപ്പവേർഡ് മണി എന്താണ്, അതേപോലെ തന്നെ മണി മൾട്ടിപ്ലയർ എന്താണ്, സെൻട്രൽ ബാങ്കിന്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്, ഈ 3 കാര്യങ്ങൾ പഠിക്കണം. അത് 3 പഠിച്ചു കഴിഞ്ഞാൽ മണി ആൻഡ് ബാങ്കിന്റെ ആ പോർഷൻസ് ഫുള്ളും കംപ്ലീറ്റ് ആവും. ഓക്കെ, ബിഫോർ ദാറ്റ് പ്ലീസ് ട്രൈ ടു സബ്സ്ക്രൈബ് മൈ ചാനൽ, പ്ലീസ് ട്രൈ ടു സപ്പോർട്ട് മൈ ചാനൽ. Okay, then come let's learn together. Let's begin the class. Money multiplier, hyperword money, central bank functions. നമുക്ക് പഠിക്കാം. അപ്പോൾ ആദ്യം തന്നെ hyperword money. എന്താണ് hyperword money? It is the total liability of a monetary authority of a country. ഒരു രാജ്യത്തിലെ മോണിറ്ററി അതോറിറ്റിയുടെ ടോട്ടൽ ലയബിലിറ്റി ആണ് നമ്മൾ എന്തെന്ന് പറയാ, ഹൈപ്പവേർഡ് മണി എന്ന് പറയാം. ഓക്കെ, ടോട്ടൽ എന്താ പറയാ, ലയബിലിറ്റി ഓഫ് മോണിറ്ററി അതോറിറ്റി ഓഫ് എ കൺട്രി. ഒരു രാജ്യത്തിലെ മോണിറ്ററി അതോറിറ്റിയുടെ ടോട്ടൽ ലയബിലിറ്റിയെയാണ് ഹൈപ്പവേർഡ് മണി എന്ന് പറയുന്നത്. മൊത്തത്തിലുള്ള കടം, ഒരു മോണിറ്ററി അതോറിറ്റിയുടെ മൊത്തത്തിലുള്ള കടം, ലയബിലിറ്റി പറഞ്ഞാൽ അറിയാലോ, കടബാധ്യതകൾ, അതിനെല്ലാം ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, വി വിൽ ഗെറ്റ് ഹൈപ്പവേർഡ് മണി. ഓക്കെ, then H is equal to CU plus R plus G. H is equal to CU plus R plus G. Here H denotes hyperword money and CU denotes currency and coins held by the public, and R denotes reserve money, and finally G denotes government deposit. Okay, H എന്ന് പറഞ്ഞാൽ hyperword money, CU പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഓൾറെഡി പ്രീവിയസ് വീഡിയോയിൽ പഠിച്ചിട്ടുണ്ട്, കറൻസി ആൻഡ് അതേപോലെ തന്നെ വേറെ എന്താണ്, കോയിൻസ് ഹെൽഡ് ബൈ ദ പബ്ലിക്. ഓക്കെ, ദെൻ ആർ എന്ന് പറഞ്ഞാൽ എന്താണ്, റിസർവ് മണി. ഓക്കെ, ദെൻ ജി എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഡെപ്പോസിറ്റ്. ഓക്കെ, അപ്പം CU പ്ലസ് ആർ പ്ലസ് ജി, ഇത് 3 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, വി വിൽ ഗെറ്റ് ഹൈപ്പവേർഡ് മണി. ഗോട്ട് ഇറ്റ്? ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഏതാണ് മണി മൾട്ടിപ്ലയർ? വളരെ സിമ്പിൾ ആണ്, പേര് കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടൊന്നുമില്ല. മണി മൾട്ടിപ്ലയർ എന്താണ്? മണി മൾട്ടിപ്ലയർ, ഓക്കെ, മണി മൾട്ടിപ്ലയർ എക്സ്പ്രസസ്, അതായത് അതിന് അല്ലെങ്കിൽ ഓർ ഇറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ടോട്ടൽ സ്റ്റോക്ക് ഓഫ് മണി സപ്ലൈ ആൻഡ് ഹൈപ്പവേർഡ് മണി. ടോട്ടൽ സ്റ്റോക്ക് ഓഫ് മണി സപ്ലൈയും ഹൈപ്പവേർഡ് മണിയും തമ്മിലുള്ള റേഷ്യോ, അനുപാതത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, മണി മൾട്ടിപ്ലയർ എന്ന് പറയുക. ഓക്കെ, മണി മൾട്ടിപ്ലയർ ഈസ് ഈക്വൽ ടു M by H. M എന്ന് പറഞ്ഞാൽ ടോട്ടൽ സ്റ്റോക്ക് ഓഫ് മണി സപ്ലൈ ഡിവൈഡഡ് ബൈ H എന്ന് പറഞ്ഞാൽ ഹൈപ്പവേർഡ് മണി. ഓക്കെ, അപ്പൊ ഒരു രാജ്യത്തിലെ ടോട്ടൽ സ്റ്റോക്ക് ഓഫ് മണി സപ്ലൈയിൽ നിന്നും എത്ര ഹൈപ്പവേർഡ് മണി ഉണ്ട്, അവർ തമ്മിലുള്ള ആ റേഷ്യോ, അനുപാതം. ഓക്കെ, എത്ര ലയബിലിറ്റി ഉണ്ട്, മണി സപ്ലൈയിൽ എത്ര ലയബിലിറ്റി വരുന്നു, അവർ തമ്മിലുള്ള അനുപാതം, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, മണി മൾട്ടിപ്ലയർ എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേ? ഓക്കെ, അപ്പൊ മണി മൾട്ടിപ്ലയർ ഈസ് ഈക്വൽ ടു M ഡിവൈഡഡ് ബൈ H. M എന്ന് പറഞ്ഞാൽ മണി സപ്ലൈ ആണ്, ടോട്ടൽ സ്റ്റോക്ക് ഓഫ് മണി സപ്ലൈ ഇൻ എ കൺട്രി. ദെൻ H എന്ന് പറഞ്ഞാൽ ഹൈപ്പവേർഡ് മണി, M by H, അതാണ് മണി മൾട്ടിപ്ലയർ. ടോട്ടൽ മണി സപ്ലൈ എത്ര ലയബിലിറ്റി, ഹൈപ്പവേർഡ് മണി വരുന്നു. ഓക്കെ, ആ റേഷ്യോ മനസ്സിലായല്ലോ. ഇനി നമുക്ക് മണി മൾട്ടിപ്ലയർ ഇങ്ങനെ എഴുതാം, M by H. എമ്മിനെ നമുക്ക് 1 plus CDR എന്ന് എഴുതാം. നമ്മൾ അത് പ്രീവിയസ് വീഡിയോയിൽ പഠിച്ചിട്ടുണ്ട് കേട്ടോ. M നമുക്ക് എങ്ങനെ എഴുതാം, 1 plus CDR. CDR എന്ന് പറഞ്ഞാൽ ക്യാഷ് ഡെപ്പോസിറ്റ് റേഷ്യോ. ദെൻ അതേപോലെ തന്നെ Hനെ നമുക്ക് CDR plus RDR എഴുതാം, ക്യാഷ് ഡെപ്പോസിറ്റ് റേഷ്യോ പ്ലസ് റിസർവ് ഡെപ്പോസിറ്റ് റേഷ്യോ എന്ന് എഴുതാം. എന്തിനാണ് എഴുതുന്നതെന്ന് വെച്ചാൽ എക്സാമിന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരും. ഓക്കെ, അതായത് CDRയുടെയും RDRയുടെയും വാല്യൂ നമുക്ക് തരും, ക്യാഷ് ഡെപ്പോസിറ്റ് റേഷ്യോയും റിസർവ് ഡെപ്പോസിറ്റ് റേഷ്യോയുടെയും വാല്യൂ നമുക്ക് തരും. ദെൻ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് മണി മൾട്ടിപ്ലയർ. നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, മണി മൾട്ടിപ്ലയറുടെ വാല്യൂ കണ്ടുപിടിക്കണം. മനസ്സിലായോ? അപ്പം അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് വി ഹാവ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ദീസ് വാല്യൂസ് ഇൻ ടു ദിസ് ഇക്വേഷൻ. നമുക്ക് ജസ്റ്റ് ഈ വാല്യൂസ് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, കൊടുത്താൽ പോരെ. നോക്കിക്കോളൂ, CDRന് പകരം ഞാൻ 1 എന്ന് കൊടുക്കുകയാണ്, അതേപോലെ RDRന് പകരം 3 എന്ന് കൊടുക്കുകയാണ് ഇതിനകത്ത്. മനസ്സിലായോ? നോക്കിക്കോളൂ, അപ്പൊ 1 പ്ലസ് CDRന് പകരം ഞാൻ 1 കൊടുത്തു, അതേപോലെ CDRന് പകരം again 1 കൊടുത്തു, ദെൻ RDRന് പകരം ഞാൻ എന്ത് കൊടുത്തു, RDRന്റെ പ്ലേസിൽ 0.3 കൊടുത്തു. അപ്പൊ 1 plus 1 by 1 plus 0.3 കിട്ടി, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 by 1.3 ആണല്ലോ. ഓക്കെ, 2 by 1.3 ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, 1.53 കിട്ടും. ഡിവൈഡ് ചെയ്യുമ്പോൾ അതല്ലേ കിട്ടുന്നത്, 1.53. ഓക്കെ, അപ്പം പാർട്ട് ഓഫ് ടൈം മാനേജ്മെന്റ് ഞാൻ ഓൾറെഡി അതിനകത്ത് എഴുതി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി, വാല്യൂ ഓഫ് മണി മൾട്ടിപ്ലയർ കിട്ടി. അപ്പൊ മണി മൾട്ടിപ്ലയർ ഈസ് ഈക്വൽ ടു 1.53 എന്ന് കിട്ടി. അപ്പൊ ഇങ്ങനെ നിങ്ങൾ കണ്ടുപിടിക്കണം. ഈ CDRും RDRും തരികയാണെങ്കിൽ ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കണം. അതർവൈസ് മണി സപ്ലൈയും ഹൈപ്പവേർഡ് മണിയും തരികയാണെങ്കിൽ ഇങ്ങനെ ഡിവൈഡ് ചെയ്താലും നമുക്ക് എന്ത് കിട്ടും, മണി മൾട്ടിപ്ലയർ കിട്ടും. മനസ്സിലായല്ലോ? ഇനി നമുക്ക് പഠിക്കാനുള്ളത് സെൻട്രൽ ബാങ്കും അതിന്റെ ഫങ്ഷൻസും. എന്താണ് സെൻട്രൽ ബാങ്ക്? നമുക്ക് ഓൾറെഡി അറിയാം, സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത്
ഹയസ്റ്റ് മോണിറ്ററി അതോറിറ്റി ഓഫ് എ കൺട്രി ആണ് അല്ലെ. ഒരു രാജ്യത്തിലെ ഏറ്റവും ഉയർന്ന മോണിറ്ററി പണപരമായിട്ടുള്ള അതോറിറ്റി സ്ഥാപനമാണ് എന്തെന്ന് പറയുന്നത്, സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ അവർ കൺട്രി RBI ഈസ് അവർ സെൻട്രൽ ബാങ്ക്. നമ്മുടെ രാജ്യത്തിൽ നമ്മുടെ സെൻട്രൽ ബാങ്ക് ഏതാണ്? RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. നമ്മുടെ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് RBI ആണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അത് ഓർത്ത് വെക്കുക. അത് നമുക്കറിയാം കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് എപ്പോഴാണ് വന്നത്? അത് 1935 ഏപ്രിൽ 1 അത് നിലവിൽ വന്നിരിക്കുന്നത്. ഇപ്പോഴത്തെ ഗവർണർ ഞാൻ പറഞ്ഞു തന്നു ആരാണ്, ശക്തികാന്ത ദാസ് ആണെന്ന് പറഞ്ഞു തന്നു. ഫോർ ദ ടൈം ബീങ് നമ്മൾ പിന്നെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. ഓക്കെ, അതേപോലെ തന്നെ അമേരിക്കയിലെ സെൻട്രൽ ബാങ്കിനെ നമ്മൾ പറയുന്നത് ഫെഡറൽ റിസർവ് സിസ്റ്റം എന്നാണ് പറയുന്നത്. അമേരിക്കയുടെ സെൻട്രൽ ബാങ്കിന്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ ഫെഡറൽ റിസർവ് സിസ്റ്റം. അതുപോലെ ഇംഗ്ലണ്ടിന്റെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? ഫങ്ഷൻസ് ആണ്. അപ്പൊ സെൻട്രൽ ബാങ്ക് ബാങ്കേഴ്സ് ബാങ്ക് ആണ്, ഹയസ്റ്റ് മോണിറ്ററി അതോറിറ്റി ആണ്, എല്ലാ ബാങ്കുകളെയും നിയന്ത്രിക്കുന്നത് സെൻട്രൽ ബാങ്ക് ആണ്. ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം. ഇനി അതിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് പഠിക്കാം. ലെൻഡർ ഓഫ് ദ ലാസ്റ്റ് റിസോർട്ട്. ലെൻഡർ ഓഫ് ദ ലാസ്റ്റ് റിസോർട്ട് അതായത് ആപൽ ഘട്ടത്തിൽ അവസാന ഘട്ടത്തിലും സഹായിക്കും. മറ്റുള്ള ബാങ്കുകൾക്കൊക്കെ ഫണ്ട് ആവശ്യം വരുമ്പോഴും അവരുടെ എന്തെങ്കിലും ആപൽഘട്ടങ്ങൾ വരുന്ന സമയത്തും ആരാണ് സഹായിക്കുന്നത്? സെൻട്രൽ ബാങ്ക് ആണ് സഹായിക്കുന്നത്. ശരിയല്ലേ? കമേഴ്ഷ്യൽ ബാങ്ക്സിനൊക്കെ ആരാണ് ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നതൊക്കെ ആരാണ്? ആവശ്യമുള്ള സമയത്ത് ഇടപെടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് ആരാണ്? സെൻട്രൽ ബാങ്ക് ആണ്, RBI ആണ്. അപ്പൊ അതുകൊണ്ടാണ് RBI നമ്മൾ സെൻട്രൽ ബാങ്കിനെ എന്ത് പറയുന്നത്? ലെൻഡർ ഓഫ് ദ ലാസ്റ്റ് റിസോർട്ട് എന്ന് പറയുന്നത് അല്ലെ. അവസാന അറ്റ കൈക്ക് നമുക്ക് ആരെയും കമേഴ്ഷ്യൽ ബാങ്ക്സിനെ ആരെയും മീറ്റ് ചെയ്യാം, അവരുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് സെൻട്രൽ ബാങ്കിനെ മീറ്റ് ചെയ്യാം. അവർ ഫണ്ടും ലോണും ആയിട്ടൊക്കെ പ്രൊവൈഡ് ചെയ്യും. മനസ്സിലാവുണ്ടോ? ഓക്കെ, അപ്പൊ ലെൻഡർ ഓഫ് ദ ലാസ്റ്റ് റിസോർട്ട് ആണ്. നെക്സ്റ്റ് വൺ, ബാങ്കർ ടു ദ ഗവൺമെന്റ്. ഗവൺമെന്റിന്റെയും ബാങ്കർ ആണ് സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത്. അതായത് സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റ്സിന് എന്തെങ്കിലും ഡെഫിസിറ്റോ ഫിനാൻഷ്യൽ പ്രോബ്ലംസോ വരുമ്പോഴോ ഫണ്ട് പ്രൊവൈഡ് ചെയ്യുകയും ലോൺ ആയിട്ടും പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നത് ആരാണ്? സെൻട്രൽ ബാങ്ക് ആണ്. അതേപോലെ തന്നെ ഫിനാൻഷ്യൽ അഡ്വൈസസും ആരാ കൊടുക്കുന്നത്? സെൻട്രൽ ബാങ്ക് ആണ് കൊടുക്കുന്നത്. എങ്ങനെ ആക്ട് ചെയ്യണം, എക്കോണമിയിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം, എങ്ങനെ മുന്നോട്ട് പോകണം, ഒരുപാട് പോളിസീസ് ഒക്കെ ആരാണ് പറഞ്ഞു കൊടുക്കുന്നത്? സെൻട്രൽ ബാങ്ക് ആണ് സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റ്സിന് പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഡെഫിസിറ്റ് വരുമ്പോൾ ഗവൺമെന്റിന്റെ സെക്യൂരിറ്റീസ് ഒക്കെ പർച്ചേസ് ചെയ്ത് സഹായിക്കുകയും ലോൺ പ്രൊവൈഡ് ചെയ്യും ഗവൺമെന്റിന് അത്യാവശ്യ ഘട്ടങ്ങളിൽ. ഓക്കെ, അങ്ങനെയുള്ള എല്ലാ സഹായങ്ങളും ചെയ്യുന്നതും അഡ്വൈസ് കൊടുക്കുന്നതും ഫിനാൻഷ്യൽ അഡ്വൈസസ് കൊടുക്കുന്നതും ആരാണ്? സെൻട്രൽ ബാങ്ക് ആണ്. അതുകൊണ്ട് തന്നെ സെൻട്രൽ ബാങ്ക് ബാങ്കർ ടു ദ ഗവൺമെന്റ് ആണ്, ഗവൺമെന്റിന്റെ ബാങ്കർ ആണ്. ഓക്കെ, അതുപോലെ ബാങ്കുകളുടെ ബാങ്ക് ആണെന്നും പറയാം. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇഷ്യൂയിങ് കറൻസി. നമുക്കറിയാം മൊണോപ്പൊളി ഓഫ് ഇഷ്യൂയിങ് കറൻസി എന്ന് പറയുന്നത് ആരിൽ നിക്ഷിപ്തമാണ്? അതായത് നോട്ട് അച്ചടിക്കുക എന്ന് പറയുന്ന ആ അവകാശം, കുത്തക അവകാശം ആർക്ക് മാത്രം ഉള്ളതാണ്? സെൻട്രൽ ബാങ്കിന് മാത്രം. വേറെ ഏതോ ഒരു അതോറിറ്റിക്ക് നമ്മുടെ രാജ്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? നോട്ട് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല അല്ലെ. അപ്പൊ 1 രൂപ ഒഴികെയുള്ള ബാക്കി എല്ലാ കറൻസീസും ഇഷ്യൂ ചെയ്യുന്നത് ആരാണ്? സെൻട്രൽ ബാങ്ക് ആണ്. ഓക്കെ, അപ്പൊ ആ 1 രൂപ മാത്രം ഞാൻ പറഞ്ഞു ഫിനാൻസ് മിനിസ്ട്രി ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ് 1 രൂപയുടെ കറൻസി മാത്രം ഇഷ്യൂ ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ സെൻട്രൽ ബാങ്കിൽ നിക്ഷിപ്തമായിട്ടുള്ള ഏറ്റവും വലിയ ഒരു ഫംഗ്ഷൻ എന്താണെന്ന് നമുക്ക് പറയാം, കറൻസി ഇഷ്യൂ ചെയ്യുന്നത് ആണോ? ഓക്കെ, നെക്സ്റ്റ് വൺ, കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച്. ഫോറിൻ എക്സ്ചേഞ്ചിന്റെ കസ്റ്റോഡിയൻ എന്താണ്? ഫോറിൻ എക്സ്ചേഞ്ച് വിദേശ നാണയം. വിദേശ നാണയ ശേഖരം നമ്മുടെ രാജ്യത്തിലുണ്ട്. വിദേശ നാണയങ്ങൾ നമ്മൾ ശേഖരിക്കാറുണ്ട്. ഇത് ആര് നമ്മൾ റിസർവ് ആയിട്ടും പല ആവശ്യങ്ങൾക്ക് നമുക്ക് ആവശ്യമുണ്ട് അല്ലെ. അവരുമായിട്ട് എക്സ്പോർട്ട് ഇമ്പോർട്ട് കാര്യങ്ങൾക്ക് നമുക്ക് എന്ത് വേണം? വിദേശ നാണയം വേണം. അപ്പൊ ഇതിന്റെ ഒരു കരുതൽ നമ്മുടെ കൈവശം ഉണ്ടാകും ബാങ്കിൽ. അത് ആരാണ് അത് സൂക്ഷിച്ചു വെക്കുന്നത്? അത് ആരുടെ കസ്റ്റഡിയിലാണ്? സെൻട്രൽ ബാങ്കിന്റെ കസ്റ്റഡിയിലാണ് അല്ലെ. അപ്പൊ വളരെ സേഫ് ആയിട്ട് ആരാണ് അത് സൂക്ഷിക്കുന്നത്? സെൻട്രൽ ബാങ്ക് ആണ് സൂക്ഷിക്കുന്നത്. അപ്പൊ സെൻട്രൽ ബാങ്കിനെ നമുക്ക് പറയാം കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച്, വിദേശ നാണയ ശേഖരത്തിന്റെ സൂക്ഷിപ്പുകാരൻ എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് വൺ, കൺട്രോളർ ഓഫ് ക്രെഡിറ്റ് ആൻഡ് മണി സപ്ലൈ. നമ്മുടെ രാജ്യത്തിലെ ലോണുകളും അതേപോലെ മണി സപ്ലൈ, പണത്തിന്റെ പ്രധാനത്തിനെ എല്ലാം ആരാണ് കൺട്രോൾ ചെയ്യുന്നത്? സെൻട്രൽ ബാങ്ക് ആണ് കൺട്രോൾ ചെയ്യുന്നത്. ശരിയാണോ? എങ്ങനെ കൺട്രോൾ ചെയ്യും? 2 മെഷേഴ്സ് ഉണ്ട് സെൻട്രൽ ബാങ്കിനെ കൺട്രോൾ ചെയ്യാനായിട്ട്. ഒന്ന് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്, 2 ബാങ്ക് റേറ്റ്. ആ 2 കാര്യങ്ങളിലൂടെയാണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് വൺ എന്താണെന്ന് നോക്കാം. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ആൻഡ് ബോൺസ്. അതാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഗവൺമെന്റിന്റെ സെക്യൂരിറ്റീസ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ആ പ്രോസസ്, ആ പരിപാടി, അതിനെയാണ് നമ്മൾ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ആൻഡ് ബോൺസ്, ദാറ്റ് ഈസ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്. ഇത് മണി സപ്ലൈ, നമ്മുടെ രാജ്യത്തിൽ മണി സപ്ലൈ തീരെയില്ല, സപ്ലൈ ഓഫ് മണി കുറവാണ്, കുറച്ച് കൂട്ടണം എന്നുള്ള സമയത്ത് ആരെന്ത് ചെയ്യും? സെൻട്രൽ ബാങ്ക് എന്ത് ചെയ്യും?
ഈ മണി സപ്ലൈ കൂട്ടാൻ വേണ്ടിയിട്ട് ഈ സെക്യൂരിറ്റീസ്, ഗവൺമെന്റിന്റെ സെക്യൂരിറ്റീസ് എല്ലാം വാങ്ങിക്കുമ്പോൾ പൈസ കൊടുത്തിട്ടല്ലേ വാങ്ങിക്കുന്നത്. അപ്പൊ ഗവൺമെന്റിന്റെ കയ്യിൽ കൈവശം പൈസ വരുന്ന സമയത്ത് എക്സ്പെൻഡിച്ചർ ഉണ്ടാവും. അപ്പൊ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ചെയ്താൽ ജനങ്ങളുടെ കയ്യിൽ എന്ത് വരും? പണത്തിന്റെ അളവ് കൂടും. മനസ്സിലായോ? അപ്പൊ പണത്തിന്റെ അളവ് കൂടാൻ, ഇൻ ഓർഡർ ടു ഇൻക്രീസ് മണി സപ്ലൈ, എന്ത് ചെയ്യും? റിസർവ് ബാങ്ക് അല്ലെങ്കിൽ സെൻട്രൽ ബാങ്ക് പർച്ചേസസ് ഓൾ സെക്യൂരിറ്റീസ് ആൻഡ് ബോൺസ് ഫ്രം ഗവൺമെന്റിന്റെ സെക്യൂരിറ്റീസും ബോൺസും ആര് വാങ്ങിക്കും? സെൻട്രൽ ബാങ്ക് വാങ്ങിക്കും. എന്തിനു വേണ്ടിയിട്ട്? മണി സപ്ലൈ കൂട്ടാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? ഇനി മണി സപ്ലൈ കുറയ്ക്കണം. ഓൾറെഡി പണത്തിന്റെ അളവ് കൂടുതലാണ്, അതും ഭയങ്കര പ്രശ്നമാണ്. പണത്തിന്റെ അളവ് കൂടിയാൽ വാല്യൂ ഓഫ് മണി കുറയും, പ്രശ്നം വരും. അപ്പൊ അതൊന്ന് റെഗുലേറ്റ് ചെയ്യണം. അതിനെ ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഗവൺമെന്റിന്റെ സെക്യൂരിറ്റീസ് എല്ലാം വിൽക്കും. ആര്? സെൻട്രൽ ബാങ്ക് വിൽക്കും. അങ്ങനെ വിൽക്കുന്ന സമയത്ത് ഗവൺമെന്റിന്റെ കൈവശമുള്ള പണം സെൻട്രൽ ബാങ്കിലേക്ക് പോകും കുറച്ച്. അപ്പൊ ഗവൺമെന്റിന്റെ കൈവശം പണം കുറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ കൈവശവും പണം കുറയും. മണി സപ്ലൈ ഒരുവിധം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഒന്ന് റെഗുലേറ്റ് ചെയ്യാൻ, കുറയ്ക്കാനായിട്ട് കഴിയും. ഓക്കെ, അപ്പൊ മണി സപ്ലൈ കൂട്ടാൻ ഗവൺമെന്റിന്റെ സെക്യൂരിറ്റീസ് ഒക്കെ വാങ്ങുകയും മണി സപ്ലൈ കുറയ്ക്കാൻ ഗവൺമെന്റിന്റെ സെക്യൂരിറ്റീസ് ഒക്കെ എന്ത് ചെയ്യും? വിൽക്കുകയും ആര് ചെയ്യും? സെൻട്രൽ ബാങ്ക് ചെയ്യും. ഓക്കെ, ക്രെഡിറ്റും മണി സപ്ലൈയും കൺട്രോൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇനി നെക്സ്റ്റ് വൺ, ബാങ്ക് റേറ്റ്. ബാങ്ക് റേറ്റിലൂടെയും സെൻട്രൽ ബാങ്ക് മണി സപ്ലൈ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യും. ബാങ്ക് റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കമേഴ്ഷ്യൽ ബാങ്ക്സ് സെൻട്രൽ ബാങ്കിൽ നിന്നും ലോൺ എടുക്കുന്ന സമയത്ത് കമേഴ്ഷ്യൽ ബാങ്ക് സെൻട്രൽ ബാങ്കിന് കൊടുക്കേണ്ട നിരക്കാണ് ബാങ്ക് റേറ്റ്. പ്രീവിയസ് വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഈ ബാങ്ക് റേറ്റ് മണി സപ്ലൈ കൂടുതലാണെങ്കിൽ ബാങ്ക് റേറ്റ് ആര് കൂട്ടും? സെൻട്രൽ ബാങ്ക് കൂട്ടും. ഓൾറെഡി ജനങ്ങളുടെ കൈവശം പണത്തിന്റെ അളവ് കൂടുതലാണ്. അപ്പൊ അത് കുറയ്ക്കണമെങ്കിൽ ബാങ്ക് റേറ്റ് കൂട്ടും. ബാങ്ക് റേറ്റ് കൂട്ടുമ്പോൾ കമേഴ്ഷ്യൽ ബാങ്കിന് അത് പലിശ അങ്ങോട്ട് കൂടുതൽ കൊടുക്കേണ്ടി വരുന്നു സെൻട്രൽ ബാങ്കിന്. അപ്പൊ കമേഴ്ഷ്യൽ ബാങ്ക്സ് ലോൺ എമൗണ്ട് എല്ലാം കുറയ്ക്കും. നമുക്ക് ലോണുകളും കാര്യങ്ങളൊക്കെ കുറവ് കിട്ടുമ്പോൾ രാജ്യത്തിൽ മൊത്തം പണത്തിന്റെ അളവ് എന്ത് ചെയ്യാൻ പറ്റും? കുറയ്ക്കാൻ പറ്റും. മനസ്സിലായോ? ഇനി അതല്ല, ജനങ്ങളുടെ കൈവശം പണത്തിന്റെ അളവ് കുറവാണ്, അത് കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യും? ബാങ്ക് റേറ്റ് കുറയ്ക്കും. ബാങ്ക് റേറ്റ് എന്ത് ചെയ്യും? കുറയ്ക്കും. ബാങ്ക് റേറ്റ് കുറയ്ക്കുമ്പോൾ കമേഴ്ഷ്യൽ ബാങ്ക്സിന് കൂടുതൽ എമൗണ്ട് നമുക്ക് ലോൺ തരാൻ പറ്റും. ലോണുകളും കുറെ ചെലവുകളും നമ്മൾ അങ്ങനെ കുറെ നമ്മുടെ കൈവശം എന്ത് വരും? പണം വരും. അപ്പൊ മണി സപ്ലൈ കൂട്ടാനായിട്ട് ബാങ്ക് റേറ്റ് കുറയ്ക്കുകയും മണി സപ്ലൈ കുറയ്ക്കാനായിട്ട് ബാങ്ക് റേറ്റ് എന്ത് ചെയ്യും? കൂട്ടുകയും ആര് ചെയ്യും? സെൻട്രൽ ബാങ്ക് ചെയ്യും. മനസ്സിലായോ? അപ്പൊ ദീസ് ആർ ദ ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻസ്. ഇതൊക്കെയാണ് ആരുടെ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്? സെൻട്രൽ ബാങ്കിന്റെ. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ലെൻഡർ ഓഫ് ദ ലാസ്റ്റ് റിസോർട്ട്, ബാങ്കർ ടു ദ ഗവൺമെന്റ് ഇഷ്യൂയിങ് കറൻസി, കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച്, കൺട്രോളർ ഓഫ് ക്രെഡിറ്റ് ആൻഡ് മണി സപ്ലൈ. അത് എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ രണ്ട് കാര്യങ്ങളിലൂടെ പഠിച്ചത്. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസും ബാങ്ക് റേറ്റും. അപ്പം ഈ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്തൊന്ന് കേൾക്കുക. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം, റീപ്പോ ആൻഡ് റിവേഴ്സ് റീപ്പോ റേറ്റ്. റീപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ കമേഴ്ഷ്യൽ ബാങ്ക് സെൻട്രൽ ബാങ്കിന് കൊടുക്കുന്ന പലിശ നിരക്കിനെയാണ് റീപ്പോ എന്ന് പറയുന്നത്. ഇപ്പം കറന്റ്ലി ഈ ഓഗസ്റ്റ് 2020 കണക്ക് പ്രകാരം 4% ആണ് റീപ്പോ നിരക്ക് കേട്ടോ. ദെൻ അതേപോലെ റിവേഴ്സ് റീപ്പോ എന്ന് പറഞ്ഞാൽ സെൻട്രൽ ബാങ്ക് കമേഴ്ഷ്യൽ ബാങ്ക്സിന് ഇവർ റിസർവ് ഒക്കെ അവിടെ സൂക്ഷിക്കുമ്പോൾ സെൻട്രൽ ബാങ്ക് കമേഴ്ഷ്യൽ ബാങ്ക്സിന് കൊടുക്കുന്ന പലിശ നിരക്കാണ് എന്തെന്ന് പറയുന്നത്? തിരിച്ചു കൊടുക്കുന്ന റേറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? റിവേഴ്സ് റീപ്പോ എന്ന് പറയുന്നത്. മനസ്സിലായോ? അത് 3.35 ആണ് ഇപ്പം. അത് എത്രയാണ്? 3.35. അപ്പൊ സെൻട്രൽ ബാങ്കിന് കമേഴ്ഷ്യൽ ബാങ്ക്സ് കൊടുക്കുന്ന ഫണ്ടൊക്കെ ബോറോ ചെയ്യുമ്പോൾ കൊടുക്കുന്ന നിരക്കാണ് എന്തെന്ന് പറയുന്നത്? റീപ്പോ എന്ന് പറയുന്നത്. അത് 4%. റിവേഴ്സ് റീപ്പോ എന്ന് പറയുന്നത് എന്താണ്? കമേഴ്ഷ്യൽ ബാങ്ക്സിന് ആര് തരും? സെൻട്രൽ ബാങ്ക് തരും. കമേഴ്ഷ്യൽ ബാങ്ക്സ് കുറെ ഇൻവെസ്റ്റ് ഒക്കെ ചെയ്യുമല്ലോ, അവിടെ റിസർവ് ഒക്കെ വെക്കുമല്ലോ. അപ്പൊ അതിന്റെ ഒരു പർട്ടിക്കുലർ പെർസെന്റേജ് ഇങ്ങോട്ട് വരും. അതാണ് എന്തെന്ന് പറയുന്നത്? റിവേഴ്സ് റീപ്പോ എന്ന് പറയുന്നത്. അത് 3.35 ആണ്. ഓക്കെ, അപ്പൊ സെൻട്രൽ ബാങ്കും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം എല്ലാ വീഡിയോസും ഒന്ന് കാണാൻ ശ്രമിക്കുക. ഇനി അടുത്ത വീഡിയോയിലൂടെ, അടുത്ത ലെസണിലും അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, വീഡിയോ സ്പീഡ് ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് നല്ലോണം റിപ്പീറ്റ് ചെയ്ത് കേട്ടാൽ മതി കേട്ടോ. ലെങ്തി ആവുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടിയത്. നല്ലോണം ഒന്ന് 2-3 പ്രാവശ്യം ഒന്ന് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരില്ല. ഓക്കെ, ദെൻ താങ്ക് യു, താങ്ക്സ് എ ലോട്ട്, ടേക്ക് കെയർ, ബൈ.